ഇൻസെപ്റ്ററുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും +2 ബിസിനസ് സ്റ്റഡീസിലെ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ നമ്മൾ ഈ സെഷനിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് നിങ്ങൾ പ്രീവിയസ് സെഷനിൽ കണ്ടു കഴിഞ്ഞു. എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ബേസിക്സിനെ കുറിച്ച് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാനേജ്മെന്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇതിന്റെ കണ്ടിന്യൂഷൻ ബേസിസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഈ വീഡിയോ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു മാനേജ്മെന്റ്. നമ്മള് ലാസ്റ്റ് സെഷനിലെ മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും മാനേജ്മെന്റ് അടുത്ത ആസ്പെക്ട്സിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്ന ആദ്യത്തെ ടോപ്പിക്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്? നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടെ മാനേജ്മെന്റ് ഇസ് എ നെസസറി, ഒരു തീർച്ചയായും വേണ്ട ഒരു ആസ്പെക്ട് തന്നെയാണ് എന്ത് മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഗ്രൂപ്പ് ഗോൾസ്. ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഗ്രൂപ്പ് ഗോൾസ്. ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ലക്ഷ്യങ്ങൾ. അപ്പോൾ ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഗ്രൂപ്പ് ഗോൾസ്. എന്താണ് ഗ്രൂപ്പ് ഗോൾസ്? സിംപ്ലി ഒന്നുമില്ല, നമ്മുടെ ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള ഗോൾസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറയാം. എല്ലാവരും, എംപ്ലോയീസും എംപ്ലോയറും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ട ഗോളിനെ നമ്മൾ ഗ്രൂപ്പ് ഗോൾ എന്ന് വിളിക്കുന്നു. ഒരാൾ ഇൻഡിവിജ്വൽ അല്ല, ദ എൻറ്റയർ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും എല്ലാ ഇൻഡിവിജ്വൽസും ചേർന്ന് ഒരുമിച്ച് നിന്ന് ചെയ്തെടുക്കേണ്ട ലക്ഷ്യത്തെയാണ് നമ്മൾ ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അച്ചീവ്മെന്റിനെ, അത് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ബേസിക് ടൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. കാരണം മാനേജ്മെന്റിലൂടെയാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഗോൾസ് നേടിയെടുക്കുന്നതാണ് ആദ്യത്തെ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി. ഈ വാക്ക് ഞാൻ കൃത്യമായി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. എഫിഷ്യൻസി എങ്കിലും ഒന്നുകൂടെ പറയാം. എഫിഷ്യൻസി മീൻസ് മിനിമം ഇൻപുട്ട് മാക്സിമം ഔട്ട്പുട്ട്. അതായത് വിത്ത് മിനിമം എഫേർട്ട് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മിനിമം ഇൻപുട്ട് മാക്സിമം ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടൊരു സിസ്റ്റം നമുക്ക് തീർച്ചയായും ആ ഓർഗനൈസേഷനിൽ കണ്ടിരിക്കും. സോ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി. നമ്മുടെ കാര്യക്ഷമത, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ ഉള്ള ഏറ്റവും ബേസിക് ടൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് തന്നെയാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ നോക്കാം. ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ഡൈനാമിക് ഓർഗനൈസേഷൻ? ഡൈനാമിക് മീൻസ് ചേഞ്ചിങ്. എപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു കാര്യം ഒരിക്കലും എപ്പോഴും ഒരേപോലെ നിൽക്കില്ല. ബേസിക് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ, സ്ഥാപനം എന്നുള്ളത്, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ട് അതിന് ചുറ്റും. നിങ്ങൾ ഈ കമ്മിങ് ചാപ്റ്റർ അതാണ് ബിസിനസ് എൻവയോൺമെന്റ്. അത് സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഒരു എൻവയോൺമെന്റിലാണ് ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്നത്. ഒരു സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റി 1000 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ചേഞ്ച് വന്നാൽ പോലും അത് നമ്മുടെ സ്ഥാപനത്തെ വളരെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അപ്പോൾ മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് അനുസരിച്ച്, സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഓർഗനൈസേഷനെ എന്ത് സഹായിക്കും? മാനേജ്മെന്റ്. മാനേജ്മെന്റിലൂടെ നമുക്ക് മാറി വരുന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് മാനേജ്മെന്റിലൂടെ നമുക്ക് എടുക്കാം. കാരണം എപ്പോഴും ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സിറ്റുവേഷൻ ഒരുപോലെ ഇരിക്കത്തില്ല. നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് വരും. അപ്പോൾ കണ്ടീഷൻസ് എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. സോ മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ, ആ ചേഞ്ചസ് എന്താണോ ആ ചേഞ്ചസിനോടൊപ്പം പോകാൻ മാനേജ്മെന്റ് നമ്മളെ സഹായിക്കും. അതാണ് ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ്.
ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരെണ്ണമാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. കാരണം ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതൊരു എംപ്ലോയിയുടെയും ലക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഒരു എംപ്ലോയിയാണ്. അപ്പോൾ എനിക്ക് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും എന്റെ ഉള്ളിൽ എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ പ്രോപ്പർ മോട്ടിവേഷനിലൂടെയും മറ്റു ടെക്നിക്സിലൂടെയും ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്, എന്റെ സ്വകാര്യ ലക്ഷ്യങ്ങൾ ഞാൻ നേടിയെടുക്കുകയാണ്. ഇത് നേടിയെടുക്കാൻ ആര് സഹായിക്കും? മാനേജ്മെന്റ്. പ്രോപ്പർ മാനേജ്മെന്റിലൂടെ ഒരു എംപ്ലോയിയെ ജോലി ചെയ്യിപ്പിക്കുകയും അതോടൊപ്പം അവന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്, സ്വകാര്യമായ ലക്ഷ്യങ്ങൾ നേടാനും തീർച്ചയായും മാനേജ്മെന്റ് സഹായിക്കുന്നതാണ്. നാലാമത്തെ പോയിന്റ്. ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിനെ വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞു, വി ഹാവ് ഗോട്ട് എ സോഷ്യൽ ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റിന് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്, സാമൂഹികമായിട്ടുള്ള ലക്ഷ്യം. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മുടെ മാനേജ്മെന്റിന് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? മാനേജ്മെന്റ് സഹായിക്കും. ഇത് ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് ഓർത്തിരിക്കുക. കഴിഞ്ഞ സെഷനോട് നമുക്കിനെ തീർച്ചയായും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റിന്റെ നേച്ചർ? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ് നേച്ചർ? അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ആർട്ട്, സയൻസ്, പ്രൊഫഷൻ. ആർട്ട് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്ങിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഒരു കലയാണ് മാനേജ്മെന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന് ഒരു കല, മാനേജ്മെന്റ് ആസ് എ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഒരു കല, അതിന് എന്തൊക്കെയാണോ ബേസിക് ആയിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് മാനേജ്മെന്റിന് വേണ്ടുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, തിയറിറ്റിക്കൽ നോളജ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ്, അറിവ്, അതിന്റെ തിയറി, അതിനെ പറ്റിയുള്ള അറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തേത്, തിയറിറ്റിക്കൽ നോളജ്. അത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യം, ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് ആദ്യം തിയറിറ്റിക്കൽ നോളജ്. ബേസിക് തിയറീസ് എന്താണോ അതിനകത്ത് വരുന്നത്, അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു കല എടുത്തു കഴിഞ്ഞാൽ എന്ത് കലയായിക്കോട്ടെ, ഒരു ചിത്രകാരനായാൽ പോലും ഒരു ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ബേസിക് നോളജ്, തിയറിറ്റിക്കൽ നോളജ് അയാൾക്കുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ പടം വരയ്ക്കാൻ പറ്റൂ. അതാണ് ആദ്യം പറയുന്നത്. മാനേജ്മെന്റ് ആസ് എൻ ആർട്ടിൽ അതിന് ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ നോളജ്. അവിടെ എന്ത് വേണം? തിയറിറ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. രണ്ട്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. എന്താണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ? ഇപ്പോൾ ഞാൻ പറഞ്ഞ ചിത്രകാരന്റെ കേസ് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ അയാൾക്ക് ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു അറിവ് വേണം. രണ്ട്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരു ചിത്രകാരനടുത്ത് ഒരു ടോപ്പിക്ക് കൊടുത്ത് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. മറ്റൊരു ചിത്രകാരന്റെ കയ്യിൽ കൊടുത്താൽ അയാൾ അതേ രീതിയിലായിരിക്കത്തില്ല, വേറൊരു രീതിയിലായിരിക്കും ആ പടം വരയ്ക്കുന്നത്. മൂന്നാമതൊരു ചിത്രകാരനെ കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും മൂന്നാമത്തെ ചിത്രകാരൻ ആ ചിത്രം പൂർത്തിയാക്കുന്നത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഈ തിയറി, ഈ അറിവെല്ലാം ആരാണോ ചെയ്യുന്നത് അവരാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആരാണോ ഇത് ചെയ്യുന്നത് അവരുടെ പേഴ്സണലൈസ്ഡ് തിങ്കിങ്, അവരുടെ പേഴ്സണൽ തിങ്കിങ്, അവരെന്ത് ചിന്തിക്കുന്നതോ ആ രീതിയിലാണ് ആ തിയറി അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവ് വേണം. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിനും.
രണ്ട്, അയാൾ ചിത്രം വരയ്ക്കുന്ന അയാളുടെ രീതിയിലാണ്, അയാളുടെ സ്കിൽ അവിടെ അപ്ലൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്. മാനേജ്മെന്റിൽ അങ്ങനെയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും അതിന്റെ നോളജ്, അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് ആരാണോ ആ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന അവരുടെ പേഴ്സണൽ, സ്വകാര്യമായ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലാണ് അത് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. മൂന്ന്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ് പ്രാക്ടീസ് എന്ന് അറിയാം? വീണ്ടും വീണ്ടും ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 പൂക്കൾ നൽകി നിങ്ങളൊരു മാല കെട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. ഇതേ പൂക്കൾ ഒരു മാല കെട്ടുകാരനെ കൊടുത്താൽ 2 മിനിറ്റിൽ അയാള് ഒരു മാല കെട്ടുക. എന്തുകൊണ്ട്? പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന ഒറ്റ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ ഈ കാര്യം, ഈ തിയറി, അതിന്റെ പേഴ്സണലൈസ് ആപ്ലിക്കേഷൻ, അതിന്റെ ബെസ്റ്റ് റിസൾട്ട് വരണമെങ്കിൽ എന്ത് വേണം? അവിടെ പ്രാക്ടീസ് വേണം. അതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. അതിന്റെ കൂടൊപ്പം ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു തിങ്കിങ്, നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് മൂന്നുമാണ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ബോഡി ഓഫ് തിയററ്റിക്കൽ നോളജ്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെപ്പറ്റി നമുക്കൊരു ഗ്രാഹ്യം വേണം, ബേസിക് അറിവ് വേണം. രണ്ട്, ആരാണോ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ തിങ്കിങ്ങിന്റെ ബേസിൽ അവർ ചെയ്യുന്ന അവരുടെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. മൂന്ന്, അവരെങ്ങനെ ചെയ്താൽ അത് എത്രയും ബെറ്റർ ആവണമെങ്കിൽ അത് പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്ത് ശീലിച്ച ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം ക്രിയേറ്റിവിറ്റി, അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ മാനേജ്മെന്റ് ആസ് ആർട്ട് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? തിയററ്റിക്കൽ നോളജ് ഉണ്ട്, അതിന്റെ പേഴ്സണലൈസ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇത് രണ്ടിന്റെയും പ്രാക്ടീസും ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഇതിനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരൂ. ഇതാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണോ ആൾക്കാർ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. അടുത്തത് മാനേജ്മെന്റ് ആസ് എൻ സയൻസ്. മാനേജ്മെന്റ് ആസ് എൻ സയൻസ്. ഇത് സയൻസ് എന്താണ്? ശാസ്ത്രം. അപ്പോ ഫസ്റ്റ് പോയിന്റ്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെന്റ് ആസ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ അവിടെ ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ, കൃത്യമായിട്ടുള്ള അറിവുകൾ അവിടെയുണ്ട്. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അപ്പൊ നിങ്ങൾക്കറിയാം സയൻസിന് പല പല ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അറിവ്, ഒരു നോളജിന്റെ ബേസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന് അതിന്റേതായ തിയറീസ് ഉണ്ട്, അതിന് അതിന്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, തത്വങ്ങൾ. മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റ് അകത്തുണ്ട് ഒരു ബെറ്റർ നോളജ് സിസ്റ്റം ഉണ്ട്, അതിന് അതിന്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയറീസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ആദ്യത്തത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. രണ്ട്, ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ഇതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതല്ല. വർഷങ്ങളോളം ഓരോ കണ്ടീഷൻസിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തെടുത്ത് അത് പരീക്ഷിച്ചാണ് ഈ ഫൈനൽ നമ്മൾ എന്താക്കിയിരിക്കുന്നത്, പ്രിൻസിപ്പിൾസ് നമ്മൾ മാനേജ്മെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കും. ഹെൻറി ഫയോൾ, FW ടൈലർ എന്ന് പറഞ്ഞ മാനേജ്മെന്റിന് വേണ്ടി ഒരുപാട് പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. കമ്മിങ് ചാപ്റ്റേഴ്സ് നിങ്ങൾ അത് പഠിക്കും. അപ്പൊ അവരെ പോലുള്ള വ്യക്തികൾ ഈ പ്രിൻസിപ്പിൾസ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്നതല്ല, ഇംപ്ലിമെന്റ് ചെയ്തതല്ല. പകരം അവര് ഒരുപാട് സമയമെടുത്ത് ഓരോ സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പ്രോപ്പറായിട്ട് പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ആ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതാണ് പറഞ്ഞത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. പരീക്ഷണം നടത്തി വിജയം കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ഓരോ പ്രിൻസിപ്പിൾസും മാനേജ്മെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇപ്പോൾ അമേരിക്കയിൽ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്ത്യയിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. സോ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഈസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇപ്പൊ നിങ്ങൾക്കറിയാം ന്യൂട്ടന്റെ ലോ. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് മോളിൽ നിന്ന് ഒരു സാധനം ഇട്ടാൽ അത് താഴേക്ക് തന്നെ വരും.
ഇന്ത്യയിൽ നിന്ന് മുകളിൽ സാധനം അത് മേലോട്ട് പോവോ? ഇല്ല. കാരണം എന്താ? യൂണിവേഴ്സൽ വാലിഡിറ്റി. ഒരു ലോ ഉണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് യൂണിവേഴ്സലി വാലിഡ്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് തന്നെയാണ്? യൂണിവേഴ്സലി വാലിഡ്. സോ യൂണിവേഴ്സൽ വാലിഡിറ്റി എല്ലായിടത്തും ഒരുപോലെ തന്നെ വാലിഡ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും തിയറീസും. അതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അതിൻ്റെതായ ഒരു ബോഡി ഉണ്ട്. എന്താണെന്നുള്ള പ്രിൻസിപ്പിൾസും തിയറീസും എല്ലാം മാനേജ്മെന്റിലുണ്ട്. 2, ഈ പ്രിൻസിപ്പിൾസ് എല്ലാം പരീക്ഷണം നടത്തി അല്ലെങ്കിൽ പരീക്ഷണം ചെയ്ത് വിജയം കണ്ടതിന് ശേഷം മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. 3, ഇറ്റ് ഹാസ് എ യൂണിവേഴ്സൽ വാലിഡിറ്റി. ലോകം മുഴുവനും വാലിഡ് ആണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ എന്താണ് പ്രൊഫഷൻ? നിങ്ങൾക്കറിയാം എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എംപ്ലോയ്മെന്റും പ്രൊഫഷനും, ജോലിയും പ്രൊഫഷൻ രണ്ടും സെയിം ആണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വ്യക്തിയുടെ കീഴിൽ അയാൾക്ക് വേണ്ടി അയാൾ പറയുന്ന ജോബ് ചെയ്ത് എനിക്ക് എന്റെ റെമ്യൂണറേഷൻ ശമ്പളം ഞാൻ മേടിച്ചു. പക്ഷെ പ്രൊഫഷൻ അതല്ല. ഞാൻ എന്റെ അറിവ് കൊണ്ട് സമ്പാദിച്ച അല്ലെങ്കിൽ ഞാൻ പഠിച്ച് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് സേവനം നൽകി ഞാൻ സ്വയം തൊഴിൽ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എംപ്ലോയ്മെന്റ്. ബട്ട് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ അറിവുകൾ ഉപയോഗിച്ച് ആ അറിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സർവീസ്, സേവനങ്ങൾ ചെയ്തു കൊടുത്ത് എനിക്ക് അതിന് കിട്ടും. എന്തുണ്ട്? വെറുതെ ആരും ചെയ്യില്ല. എനിക്ക് അതിന്റെ റെമ്യൂണറേഷൻ അവർ എനിക്ക് തരികയും ചെയ്യും. അങ്ങനെ ഞാൻ പോകുന്നതിനാണ് പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു അഡ്വക്കേറ്റ്. ഒരു അഡ്വക്കേറ്റ് 4-5 വർഷം LLB അല്ലെങ്കിൽ LLM പഠിച്ച് ഇറങ്ങിയതിനു ശേഷം ആണ് ഒരു അഡ്വക്കേറ്റ് ആകുന്നത്. അപ്പോൾ ഈ 5 വർഷം അയാൾ നിയമം അരച്ച് കലക്കി കുടിച്ചതിന് ശേഷം മാത്രമേ അയാൾക്ക് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയതിനു ശേഷം കക്ഷികൾ അയാളെ സമീപിക്കുമ്പോൾ, ഓരോ കേസ് കൊടുക്കുമ്പോൾ അയാൾ നേടിയെടുത്ത അറിവ് ഉപയോഗിച്ചാണ് ആ കക്ഷികൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്. അല്ലാതെ കക്ഷികളുടെ ജോലിക്കാരനല്ല ഒരിക്കലും ഒരു വക്കീൽ എന്ന് പറയുന്നത്. കക്ഷികൾ വന്ന് അയാളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ നേടിയെടുത്ത അറിവുകൾ അവർക്ക് വേണ്ടി അറിവുകൾ ഉപയോഗിച്ച് കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന സർവീസ് ചെയ്തു കൊടുക്കുന്നു. അതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ ടു. മാനേജ്മെന്റ് ഒരു പ്രൊഫഷനും കൂടിയാണ്. അപ്പൊ അതിന്റെ ബേസിക് നോക്കാം. ഫസ്റ്റ് വൺ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഇവിടെ പറഞ്ഞ കണക്ക് മാനേജ്മെന്റ് എന്തുകൊണ്ട്? ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെന്റിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. 2, റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ എൻട്രി ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു BA ഉള്ള ഒരാൾക്ക് അഡ്വക്കേറ്റ് ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ? തീർച്ചയായും ഒരിക്കലും പറ്റില്ല. ഒരു MBBS ഉള്ള ആൾക്ക് മാത്രമേ ഒരു ഡോക്ടർ ആവാൻ പറ്റൂ. ഒരു LLB LLM ഉള്ള ആൾക്ക് മാത്രമേ അഡ്വക്കേറ്റ് ആവാൻ പറ്റൂ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ് ആയ ഒരാൾക്ക് മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത്. കാരണം ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിനുണ്ട്. കാരണം ഒരു അഡ്വക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് എൻ LLB, ബാച്ചിലർ ഓഫ് ലോ. ഒരു നിയമ ബിരുദം ഉണ്ടെങ്കിൽ ഒരാൾ ഒരു അഡ്വക്കേറ്റ് ആണ്. പക്ഷെ നമ്മൾക്കും ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബാങ്കിൽ ഒരു ജോലി ചെയ്യണം. ബാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളുടെ കൊമേഴ്സുകാരുടെ ഡിവിഷനാണ്. പക്ഷെ സയൻസ് സ്ട്രീമിൽ നിന്നുള്ളവർക്കും ബാങ്കിൽ ജോലി ചെയ്യാം. ഒരു BSc കാരന് വേണമെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യാം. BA കാരന് വേണമെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യാം. അതാണ് പറഞ്ഞത്. ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പ്രൊഫഷൻ വേണ്ടത്. അപ്പോൾ ഒരു ഡോക്ടർ ആവണമെങ്കിൽ തീർച്ചയായും MBBS പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BHMS പാസ്സായിരിക്കണം, ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം. അതാണ് പറഞ്ഞ റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് അവർ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രൊഫഷനിൽ എൻട്രി ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിലും. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും മാനേജറുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MBA ആണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതും അല്ലെങ്കിൽ BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് എല്ലായിടത്തും ചോദിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള
ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അതുകൊണ്ടായിരിക്കണം. അതുള്ളവർക്ക് മാത്രമേ മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റൂ. അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഫഷണൽ അസോസിയേഷൻ. ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിനുള്ള അസോസിയേഷൻ IME, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അഡ്വക്കേറ്റ്സിനുള്ള അസോസിയേഷൻ ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അസോസിയേഷൻ ആണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് പ്രൊഫഷണൽ അസോസിയേഷൻ? ഇവരാണ്, ഈ അസോസിയേഷൻസ് ആണ് ആ പ്രൊഫഷൻസിന് അവർക്ക് ജോലി ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും അതിന് അതിന്റേതായ അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷനിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ AMA ഉണ്ട്, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ പറഞ്ഞത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ മാനേജ്മെന്റ് അതിന്റേതായ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. അടുത്തത് എത്തിക്കൽ കോഡ് ഓഫ്. ഏതൊരു വ്യക്തിയായാലും അവർക്കൊരു ബേസിക് എത്തിക്സ് ഉണ്ട്. അവർക്ക് സ്വമേധയാ സാമൂഹികപരമായിട്ടും എല്ലാം ഒരു റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് എല്ലാവരും അവരുടേതായ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റേണ്ട ഒരു രീതിയുണ്ട്. അത് തീർച്ചയായും ഈ പറഞ്ഞ പ്രൊഫഷണൽ അസോസിയേഷൻ ഈ കോഡ് ഓഫ് കണ്ടക്ട് അവർ പെരുമാറേണ്ട രീതി പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു മലയാള ചിത്രത്തിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരു നായകൻ ഒരു കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സീൻ ആ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അയാളെ ചോദ്യം ചെയ്തത് അയാളുടെ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. അതിന്റെ എൻക്വയറി ഉണ്ടായി. എന്തുകൊണ്ട്? ഈ വയലേറ്റഡ് ദ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരു കുട്ടിക്ക് ഒരു ഡോക്ടർ ചികിത്സ നിഷേധിച്ചു. അത് എന്തുകൊണ്ട് നിഷേധിച്ചു? അയാൾക്ക് വ്യക്തിപരമായ വൈരാഗ്യം ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് ഉണ്ടായതുകൊണ്ട് മാത്രം. ആ കുട്ടി എന്ത് പേടിച്ചു കഴിഞ്ഞു? ഒരിക്കലും നമ്മുടെ പേഴ്സണൽ വൈരാഗ്യങ്ങളോ പേഴ്സണൽ ഫീലിങ്സോ ഒന്നും നമ്മുടെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. നമ്മളെ ബേസിക് ആയിട്ട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അതാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. അതിനൊരു വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫഷണൽ അസോസിയേഷൻ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ നമ്മളെ ബാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു പ്രൊഫഷനും അതിന്റെ ബേസിക് ആയിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. എല്ലാവരോടും ഇടപെടേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ അസോസിയേഷൻ നമുക്കെതിരെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, സർവീസ് മോട്ടീവ്. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷന്റെ ബേസിക് ആണ് സർവീസ് മോട്ടീവ്. സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ എയിം എന്ന് പറയുന്നത് സേവനം നൽകുക. നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉൽപാദനം ഒന്നും നടക്കുന്നില്ല. എന്താണോ നമുക്ക് അറിയാവുന്നത് അറിവ്, ആ അറിവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സേവനം നൽകുക. അപ്പൊ ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ നോളജ് അനുസരിച്ച് എന്നെ സമീപിക്കുന്ന ക്ലയന്റ്സിന് ഞാൻ എന്ത് ചെയ്യുക? എന്റെ സേവനം നൽകുക. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, തീർച്ചയായും എന്റെ കക്ഷികൾക്ക് ഞാൻ എന്റെ കഴിവനുസരിച്ച് അതിനുള്ള ഉപദേശം നൽകുക. പരമമായ ലക്ഷ്യം. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ശ്രദ്ധിക്കുക, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എൻട്രി. പിന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. 3 പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. IMA, AMA, IDA ഉണ്ട്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഉണ്ട്. AMA മാനേജ്മെന്റ് അസോസിയേഷൻ ആണത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷൻ ആണത്. അപ്പോൾ അടുത്തത് കോഡ് ഓഫ് കണ്ടക്ട്. എല്ലാവരും പെരുമാറുന്ന ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ അസോസിയേഷൻ നമുക്കെതിരെ നടപടിയെടുക്കാം. ഏറ്റവും അവസാനം നോക്കേണ്ട കാര്യം, നമ്മുടെ ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ്, സേവനമാണ് നമ്മളെ പരമമായ ലക്ഷ്യം. അപ്പോൾ ഇതാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ സെഷൻ നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാനേജ്മെന്റ് നേച്ചർ, മാനേജ്മെന്റ് ആസ് ആർട്ട്, കലയായിട്ട് സയൻസ്, ശാസ്ത്രം എന്നുള്ള രീതിയിലും പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതാണ് ഈ മാനേജ്മെന്റ് ബേസിക്സ് എന്നുള്ളത്. ഇത് ഇത്രയുമാണ് മാനേജ്മെന്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, അടുത്ത സെഷൻ കൊണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് തീർക്കാൻ പറ്റും. ഈ ഫസ്റ്റ് ചാപ്റ്റർ തീരുമ്പോഴേക്കും നമുക്ക് എന്താണ് മാനേജ്മെന്റ് ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ കമ്മിങ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് തോന്നും. കാരണം ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ, ബേസ് അറിയാമെന്നുണ്ടെങ്കിൽ കമ്മിങ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ല രീതിയിൽ കാണുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിങ് ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ഇപ്പൊ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്കുണ്ട്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ടോപ്പിക് ഉണ്ട്. അതിന്റെ ഫങ്ഷൻസ് ഓരോ ചാപ്റ്ററാണ് നിങ്ങൾക്ക് വരുന്നത്. മാനേജ്മെന്റ് ഒരു 5 ഫങ്ഷൻസ് വരുന്നുണ്ട്.
നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ അത് പറയും. ആ 5 ഫംഗ്ഷനും ഓരോ ചാപ്റ്ററാണ് നമുക്ക് ഇനി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക ഇതില്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ചിട്ടയായ രീതിയിൽ ഇരുന്ന ക്ലാസ്സുകൾ കാണുക. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ഇതൊന്ന് സൂം ചെയ്താൽ നോട്ട് ഓക്കെ.